ഞാനേ അവിടെ വരെ പോയിട്ട് വരാം. താക്കോൽ അതിൽ കിടപ്പുണ്ടേ, നോക്കിക്കോണം. മാമി ഇതാ ഇവള് കരച്ചിലായിരുന്നു. കുടിക്കാൻ വല്ല വേണോ? നടുവല്ല ഇടിച്ചാ? ചായ എടുക്കട്ടെ നീ വേണോ? ഓ ഇനിയിപ്പോ കുറെ ദിവസത്തേക്ക് അടുക്കള കയറണ്ടല്ലേ അല്ലേ? നിനക്ക് എന്തായിരുന്നു കുഴപ്പം? എനിക്കെന്ത് കുഴപ്പം? നീ അല്ലേ വണ്ടി ഓടിച്ചു പോയത്? ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോ ഏട്ടാ, ഞാൻ വണ്ടി ഓടിച്ചു പോയെങ്കിൽ ഞാൻ മര്യാദക്ക് അവിടെ കൊണ്ട് വണ്ടി വെച്ചതാ. ആണല്ലോ. ആ പിന്നെ ചേച്ചി എടുത്ത് വണ്ടി ഓടിച്ചിട്ടല്ലേ പ്രശ്നമായത്. അതെ, ആളുകൾ പറയണതൊന്നും മനസ്സിലാക്കണം. ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഓതിക്കൊടുത്ത് ഈ സ്കൂട്ടർ എന്ന് പറയുന്ന കളിയല്ല, അത് പഠിക്കാൻ സമയമുണ്ട്. ഈ സമയത്ത് ഇത് എടുത്താൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ. അല്ല, നിനക്ക് എന്തായിരുന്നു കുഴപ്പം? നീ എന്തിനാ വണ്ടി എടുക്കാൻ പോയി? അവിടെ അല്ലേ ഓടിക്കുന്നത്, അവക്കല്ലേ ലൈസൻസ് ഉള്ളൂ. നീ എന്തിനെടുത്ത വണ്ടി? അത് ഞാനവിടെ നിന്നപ്പോൾ പുറകിലൊരു കാറ് വന്ന് നിന്ന് അത് ഓണടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നീക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ സാധനത്തിൽ പിടിച്ച് തിരിച്ചപ്പോൾ കൂടിപ്പോയി. അവര് ഹോൺ അടിച്ചപ്പോൾ ചേച്ചിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്ന? ഞാൻ അകത്ത് നിൽപ്പുണ്ടായിരുന്നല്ല. മുത്ത ഓടിക്കാറുണ്ടല്ലോ. ഓടിക്കണമെന്ന് പറയണം. ആക്സിലേറ്റർ അത് ബ്രേക്ക് ചെയ്ത് ഒന്നും അറിഞ്ഞൂടാതെ അവള്. അയ്യോ, ഇനി എന്നെ തലയിട്. ഇനിയിപ്പോ നിങ്ങൾ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പോയത് പോയി. എടേ ആളി ആരെങ്കിലും ഒക്കെ പറയണത് കേൾക്കണം. അറിയാത്ത പിള്ളേർ ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയണത് ഇതാണ്. ഇപ്പൊ എന്താണെന്നറിയാമോ? അണ്ട് എവിടെ കൊണ്ട് ഇടിച്ചത് ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ. ആ ഓട്ടോറിക്ഷ ഫ്രണ്ട് ഒതുക്കി വെച്ചിരുന്നത് ബൈക്കിൽ ഇടിച്ച്, ഈ ബൈക്ക് നേരെ നിന്ന് ഒരു ഫാൻസി കടയിൽ ഇടിച്ച് അതിൻ്റെ കണ്ണാടിയെല്ലാം പൊട്ടി. എല്ലാം കൂടെ ഇപ്പോൾ അവന്മാർ ചോദിച്ചിരിക്കുന്നത് 25,000 രൂപ. പിന്നെ ഫണ്ട് പണിയുള്ള കാശ് വേറെ.